ഹലോ ഫ്രണ്ട്സ്, എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ഒരു അപ്ഡേറ്റാണ്. നമ്മുടെ സ്വന്തം മമ്മൂട്ടി ഇനി മെഗാ സ്റ്റാർ അദ്ദേഹം നിതീഷ് സഹദേവൻ്റെ മൂവിയിലേക്ക് ജോയിൻ ചെയ്തു. പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറേ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷേ ഇന്നലെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മൂവിയിലേക്ക് ജോയിൻ ചെയ്ത് അതിൻ്റെ വീഡിയോയും മറ്റും പോസ്റ്ററും മറ്റും ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു 2 ദിവസമായിട്ട്. കാരണം അത്രമാത്രം ഒരു വരവേൽപ്പാണ് മമ്മൂട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നിതീഷ് സഹദേവൻ്റെ ആ ഒരു മൂവിയുടെ ഒരു ക്രാഫ്റ്റിംഗ് തന്നെയാണ് അതിന് മെയിൻ കാരണം. അദ്ദേഹത്തിൻ്റെ മൂവി എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് മൂവി ആയിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ മൂവിയിൽ ഒരിക്കലും നമുക്ക് ഡിസപ്പോയിൻറ്റഡ് ആവുന്ന ഒരു ഷോട്ട്സ് ഉണ്ടാവില്ല. അത്ര മനോഹരമായിട്ട് അദ്ദേഹം ക്യാപ്ചർ ചെയ്യും. അത് ഭയങ്കര ഫണ്ണി ആയിട്ട് അദ്ദേഹം അതിലേക്ക് കൊണ്ടുവരികയും, പക്ഷേ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളായിട്ട് ഭയങ്കര ഇണങ്ങിയിട്ടുള്ളൊരു പരിപാടിയും കൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമയിലുണ്ടാവുക. അതാണ് നിതീഷ് സഹദേവ് എന്ന ആ ഒരു ഡയറക്റ്റിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു സ്കിൽ. ഇപ്പോൾ നമുക്ക് ഫാലിമി എടുക്കുകയാണെങ്കിൽ ശരി, ത്രിബിൾ എടുക്കുകയാണെങ്കിൽ ശരി, അത് രണ്ടും ഭയങ്കര വ്യത്യസ്തമായ ജോണറാണ്, വ്യത്യസ്തമായ രീതിയിലാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയൊരു കഥ എന്ന് പറയുന്നത് രണ്ടിലും മരണത്തിന് ചെറുതായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫാലിമിന് അവർ മരിച്ചു എന്ന് കൊടുത്തിട്ട് അവസാന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി, നമുക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി വരും. പിന്നെ അവസാനമാണ് പറയുന്നത് ഇദ്ദേഹം മരിച്ചിട്ടില്ല, തിരിച്ചു വരുന്ന അങ്ങനെ പറഞ്ഞൊരു പക്ഷേ ഫണ്ണായിട്ട്, പക്ഷേ ഭയങ്കര റിയലായിട്ട് ലൈഫിലേക്ക് എത്തിയും അതങ്ങനെ മനോഹരമായി ചിത്രീകരിച്ചു. അത് നമ്മളിലേക്ക് പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യാനും കൂടി കഴിഞ്ഞു. അതേപോലെ തന്നെ 3T എന്ന് പറയുന്നത് അതും ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു എടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ടിരിക്കും ജാനുമേൻ കണ്ടതേ ഒരു പ്ലോട്ട് തന്നെയാണ്, പക്ഷേ വ്യത്യസ്തമായി വേറൊരു ഇതിലേക്ക് അവർ എത്തിച്ചു. അത് ഭയങ്കര നല്ല രീതിയിൽ തമിഴിലേക്ക് വഹിച്ചത്, തമിഴ് കൾച്ചറിലേക്ക് കൊണ്ടുവന്നു, നല്ല രീതിയിൽ ചെയ്യിപ്പിച്ചു. പക്ഷേ ഇവിടെ സംഭവിക്കുമ്പോൾ അങ്ങൊന്നുമില്ല. മമ്മൂട്ടി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് മമ്മൂട്ടി സിനിമയിൽ ജോയിൻ ചെയ്തു എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കഥ തന്നെ ആയിരിക്കും. കാരണം അതുമല്ലാതെ തന്നെ ഇതിൽ വേറൊരു ഏറ്റവും വലിയ പ്രോമിസിംഗ് എന്ന് പറയുന്നത് ഈ സിനിമ പ്രൊഡക്ഷൻ ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ്. അതാണ് വല്ലാത്തൊരു പ്രോമിസിംഗ് എന്ന് പറയുന്നത്. എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കാൻ ഈ ഏറ്റവും വലിയ ഘടകങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഈ മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ മമ്മൂട്ടി എന്ന ആക്ടർ, മൂന്നാമത്തെ നിതീഷ് സഹദേവ് എന്ന ആ ഒരു ഡയറക്ടർ, ഈ 3 കോമ്പിനേഷൻ കൂടി ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മെഗാ ബ്ലാസ്റ്റ് ഉണ്ടല്ലോ, അത് കാണാനാണ് ശരിക്കും ഈ പറയുന്ന എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ വളരെ അക്ഷമരായിട്ട് വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ മമ്മൂട്ടി എന്ന ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ റോളിനെ കുറിച്ചും ഭയങ്കരമായിട്ട് സോഷ്യലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. വളരെ നാടൻ തല്ല് കാണാനുള്ള ഒരു യോഗമാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ഒരു കമൻറ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ വളരെ ഒരു ഗ്യാങ്സ്റ്ററാണ്. പക്ഷേ അദ്ദേഹം ഒരു നാട്ടിൻ പുറത്ത് നിന്നാണ് ഒരു നാടൻ തല്ലൊക്കെ പറയില്ല, നമ്മുടെ പഴയ നമ്മളെന്താ പറയുക, ഒരു രാജമാണിക്കും ലോക്കലെ എങ്ങനെ ഉണ്ടാവും എന്ന രീതിയിലൊരു സാധനമായിരിക്കും ചിലപ്പോൾ ഇതിൽ വരാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജമാണിക്ക് ഇതിൽ വരുമ്പോൾ മമ്മൂട്ടി വരേണ്ട ഇൻ്റർനാഷണലായിരുന്നു ഇല്ലേ? പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിൽ പക്ക ലോക്കലെ വരുമ്പോൾ ആ ഒരു കട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു കടക്കാരൊക്കെയുള്ള വ്യൂ ഒക്കെ കാണുമ്പോൾ ഭയങ്കര പോസ്റ്റർ കാണുമ്പോൾ ഭയങ്കര രസമായി തോന്നി. അപ്പോൾ അതായത് സിനിമയുടെ പേര് മേള തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്ര മനോഹരമായിട്ടാണ് ആ സിനിമയെ എന്താ പറയുക അവർ ലോഡ് ചെയ്യിപ്പിക്കുന്നത്. അത്ര രസകരമായിട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ സ്കില്ല് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. പിന്നെ നമ്മുടെ മമ്മൂട്ടിനെ പിന്നെ പറയണ്ടല്ലോ, അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ച് നടക്കുന്നൊരു മനുഷ്യൻ അല്ലേ? ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ഏത് അറ്റം വരെയും പോകും. ചിലപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടാകും അദ്ദേഹത്തിന് പൊട്ടനായിട്ട് അഭിനയിക്കുന്നതും മറ്റേ വളരെ താഴ്ന്ന രീതിയിൽ അഭിനയിക്കുന്നതും അങ്ങനെയൊക്കെ കുറേ പൊന്തമാടിയാണെങ്കിലും ഇല്ലേ, അങ്ങനെയൊക്കെ സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ച രീതി കണ്ടിട്ടുണ്ടോ? ആ സിനിമയുടെ കഥാപാത്രത്തിന് എന്താണോ വേണ്ടത് അത് ആ സിനിമയിലെ കഥാപാത്രമായിട്ട് അദ്ദേഹം മാറും. അത് സ്വിച്ചിട്ട് പോലെയാണോ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലെ കഥ കേട്ട ശേഷം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു കഥാപാത്രം രൂപീകരിക്കുകയും ആ രൂപീകരിച്ച ശേഷം അതിലേക്ക് എങ്ങനെ ഇന്ന സാധനങ്ങൾ കൊണ്ടുവരും, ഈ കഥയിൽ ഓരോ സംഭാഷണങ്ങൾ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിലുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ മാറ്റമുണ്ടല്ലോ, ആ വ്യക്തിയിലേക്ക് വേണ്ടത് അതൊക്കെ അദ്ദേഹം സ്വന്തം മനസ്സിൽ തന്നെ അതിങ്ങനെ ആ തലോടി അവസാനം എന്ത് ചെയ്യും, അതിനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും. അതിന് എപ്പോഴാണോ പ്ലേസ് ചെയ്യേണ്ടത് ആ സമയത്ത് അത് ഇങ്ങനെ ഡെലിവറി ചെയ്യും. അപ്പോൾ കിട്ടുന്നൊരു ഔട്ട്പുട്ട് എൻ്റെ മോനെ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ആ രീതിയിലുള്ള സംഭവം ആശയങ്ങൾ ഇറക്കി വിടുക. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാം തന്നെ വിസ്മയമായിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ പടത്തിൽ ഈ ബ്രഹ്മയുഗത്തിൽ തന്നെ രാഹുൽ തന്നെ പറയുന്നുണ്ടായി, നമ്മളങ്ങനെ ഓരോ പ്ലോട്ട് എഴുതി വയ്ക്കത്തുള്ളൂ. ഇപ്പോൾ എഴുതി വയ്ക്കും, അതെങ്ങനെ ഡെലിവറി ചെയ്യുന്നതിനെ കുറിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ബാക്കിയെല്ലാം തന്നെ അങ്ങേൻ്റെ കയ്യിലാണ് എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. ആ കഥ പറഞ്ഞിട്ടുണ്ട്, കഥേൻ്റെ ഇങ്ങനെയാണെന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനി ഡെലിവറി ചെയ്യുന്നതെല്ലാം നമ്മുടെ സ്വന്തം മമ്മൂട്ടിയായിരിക്കും. മമ്മൂട്ടി കൊടുക്കുന്ന ഔട്ട്പുട്ട് കണ്ട് നിതീഷ് സഹദേവൻ്റെ കിളി പറക്കാതിരുന്നാൽ മതി എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. കാരണം അദ്ദേഹത്തിന് തന്നെ ഓൾറെഡി നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ
അവിടെ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പിടിച്ച് കയറും. പക്ഷേ മമ്മൂട്ടിൻ്റെ ഡെലിവറി കൊടുക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് കാണാൻ അതൊരു നാടൻ നാടൻ ലെവലിലാണ്. ഗ്യാങ്സ്റ്ററോ അടിപൊളിയോ എന്നിട്ട് വലിയ എന്തൊക്കെയൊക്കെ ആയിട്ട് വരുന്നതൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് മമ്മൂട്ടിനെ എന്താ പറയുക, ആ ഒരു പഴയ ലുക്കില്ലേ, പഴയ ലുക്ക് മീൻസ് നമ്മൾ ആ ഒരു നാടൻ രീതിയിലേക്ക് ഈ ബലരാജാനെ കൊണ്ട് നാട്ടിൽ മുറത്ത് വിട്ടിട്ട് കളിക്കാൻ പറഞ്ഞ കളിയില്ലേ, ആ സാധനം നമുക്ക് വേണ്ടത്. ബലരാജയിലുണ്ടായ ഒരു ഭയങ്കര ഒരു സാധനം, അതിനെ ഒരു ലോക്കലൈസ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും, അതാണ് വേണ്ടത്. കാരണം അത് തന്നെ ആയിരിക്കും ഇതിലെന്ന് തോന്നുന്നു. കാരണം നിതീഷ് സഹദേവൻ്റെ സിനിമേൻ്റെ ഒരു ആവിഷ്കാരം പറഞ്ഞാൽ അദ്ദേഹം ഒരു കോമഡിയും കൂടി ആ സിനിമയിലേക്ക്, കോമഡി എലമെൻ്റ് കൂടി ചേർക്കുന്നുകൊണ്ട് അത് ആസ്വദിക്കാൻ വളരെ ഈസിയാണ്. അത് ഈ സിനിമയിലും ഉടനീളം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അങ്ങനെയാണ് അല്ലേ, അങ്ങനെ ആയിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ പറയുന്ന രീതിയും കഥയും കഥാപശ്ചാത്തലവും എല്ലാം തന്നെ അതിഗംഭീരമായ ലൊക്കേഷനും കൂടിയായിരിക്കും. അതിനുവേണ്ടി മാത്രം, ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി കുറേ ലൊക്കേഷൻ പോലെ തോന്നിപ്പോൾ നമുക്ക്. അങ്ങനെ കുറേ അതും ഒരു രസകരമായുള്ള സംഭവം തന്നെയാണ്. അത് നമുക്കിപ്പോൾ ലാസ്റ്റ് ഉള്ള ത്രിബിൾ കണ്ടാൽ പോലും അറിയാൻ പറ്റും. അപ്പോൾ ജീവിയൊക്കെ തന്നെ സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടായ വ്യക്തിനെ തിരിച്ചു കൊണ്ടുവന്ന ഒരു സാധനം കൂടിയാണ് നിതീഷ് സഹദേവ് പറഞ്ഞത്. അപ്പോൾ എന്താ ഇവിടെ ഓൾറെഡി ഇവിടെ എസ്റ്റാബ്ലിഷ് ആയി ഇപ്പോൾ മാരോടെ നിൽക്കുന്ന ഓസ്കാറിൻ്റെ അവിടെ എത്തിയപ്പോൾ നാഷണൽ അവാർഡ് കിട്ടി നിൽക്കുന്ന മുതലിനാണ് ഇങ്ങനെ പോയിട്ട് കൈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താക്കുന്നുള്ളതൊക്കെ അദ്ദേഹം ചെയ്താൽ മതി. എന്തായാലും ഈ ഒരു സിനിമ എന്തായാലും ഔട്ട്സ്റ്റാൻഡിങ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിന് മറ്റ് ഡെയിലി ഔട്ട്പുട്ടൊക്കെ എങ്ങനെയാണ് ഇവർ നമ്മളെ കൊണ്ട് എത്തിക്കാന്നറിയില്ല. കാരണം നമ്മൾ ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നൊരു മൂവിയും കൂടിയാണത്. കാരണം ഒരുപാട് മൂവികൾ നമ്മൾ ഇങ്ങനെയുള്ള വേറിട്ട് വേഷങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് എക്സൈറ്റ് ചെയ്യും. അത് ഒന്നാമത്തെ ഈ മമ്മൂട്ടി കമ്പനീനെ തന്നെയാണ് പിന്നെ വേറൊരു ഹൈലൈറ്റ് ചെയ്തത്. മമ്മൂട്ടി കമ്പനി ചെയ്ത എല്ലാ പ്രൊഡക്ഷനും അതിഗംഭീരമായുള്ളൊരു ഔട്ട്സ്റ്റാൻഡിങ് പ്രൊഡക്റ്റായിരുന്നു. അതിന് ഒരു വ്യത്യസ്തമായ ജോണറിൽ വന്നൊരു സിനിമയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രേക്ഷകർക്ക് ഒരുപാടും ഈ ജോണറിൽ ഇങ്ങനെ ഒരു ജോണറിൽ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് മമ്മൂട്ടി കമ്പനി ആണെന്ന് പറയുമ്പോൾ, മമ്മൂട്ടിയാണ് അഭിനയിക്കുന്നു പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ആകാംക്ഷ അതൊക്കെ തന്നെയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ഒരു വിശ്വാസ്യത അതന്നെ പറയാൻ പറ്റില്ല. ആ വിശ്വാസ്യതയാണ് ഇവിടെ എല്ലാവരും ഈ സിനിമയെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കാനുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. പിന്നെ മമ്മൂട്ടിയുടെ സ്വന്തം സിനിമകളിൽ മമ്മൂട്ടിക്ക് എക്സ്പെരിമെൻ്റൽ മൂവിയായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കൂടി ആയതുകൊണ്ട് തന്നെ ഈ മൂവി അതുപോലെ ഒരു എക്സ്പെരിമെൻ്റ് ആവും എന്ന് പറയുന്നതിൽ സംശയമില്ല. കാരണം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നത്. അല്ലാത്ത പക്ഷമാണ് വരില്ലായിരുന്നു. പക്ഷേ വേറെ ഒരു പ്രൊഡക്ഷനെ ആസ് യൂഷ്വൽ ഒരു പടമായിരിക്കും പറയും. പക്ഷേ മമ്മൂട്ടി കമ്പനി കാരണം ഈ പടത്തിലൊരു ഏതെങ്കിലും തരത്തിൽ ഈ പടം ഒരു എക്സ്പെരിമെൻ്റൽ ആയിരിക്കും. ഇപ്പോൾ കളങ്കവല കണ്ടില്ലേ, ഒരു എക്സ്പെരിമെൻ്റൽ പോലെ വന്നു. പക്ഷേ പടം എടുത്ത് അടിച്ച് കയറി കയറ്റം കണ്ടല്ലേ, ഒരു കിടികിടി കാജി പടമായിരുന്നു. അപ്പോൾ എന്ന രീതിയിലേക്ക് ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ സിനിമയിൽ എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ്. പിന്നെ മമ്മൂട്ടി എന്ന ആ ഒരു മെഗാ താരത്തിൻ്റെ പിൻകാലങ്ങളിലുണ്ടായ സിനിമകളെല്ലാം തന്നെ ഈ മമ്മൂട്ടി കമ്പനിയുടെ പേര് വന്നിട്ടുള്ള ഓരോ മൂവികളും അങ്ങനെ തന്നെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ എങ്ങനെ കയറി വരുന്നു എന്നതിനെ കുറിച്ചിട്ട് അറിയില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഈ ജോയിൻ ചെയ്തു മമ്മൂട്ടി എന്തായാലും ആ ഒരു പുതിയ സിനിമയ്ക്ക് ജോയിൻ ചെയ്തു. അതിൻ്റെ ഒരു പോസ്റ്ററെങ്കിലും വിട്ടിട്ട് എൻ്റെ മേശയെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒരു പോസ്റ്റർ, ചെറിയൊരു ടീസർ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീൻസൊക്കെ പറഞ്ഞിങ്ങനെ ഇടയ്ക്കൊക്കെ വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കോരിത്തരിക്കുമായിരുന്നു. എന്തായാലും മമ്മൂട്ടിയുടെ ഒരു അടാറ് ഫിലിം വരാൻ പോകുമെന്ന് പറഞ്ഞതിന് ഏറ്റവും വലിയ സന്തോഷത്തിലുള്ള എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും എങ്ങനെയായിരിക്കും ആ പടം നാടൻ തല്ല് അടിപ്പടം ലോഡിങ് എന്ന് പറയുമ്പോൾ തന്നെ ആ ക്യാപ്ഷൻ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ആകാംക്ഷ കൂടുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സിനിമ കാണാൻ നമുക്കൊക്കെ യോഗമുണ്ട്. എന്തായാലും അധികം വേഗം ഈ സിനിമേൻ്റെ പ്രൊഡക്ഷൻ ഭാഗത്തുനിന്ന് കുറേ അധികം അപ്ഡേറ്റുകൾ വരും. അതൊക്കെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും ഒരു ചെറിയൊരു ടീസറെങ്കിലും ഇട്ടത് ഞങ്ങളൊക്കെ ഒന്ന് ഇതാക്കി വേഴാമ്പൽ കാത്തിരിക്കുന്ന പോലെ മഴ കാത്തിരിക്കുക എന്നപോലെ ഞങ്ങളിരിക്കുന്ന എനിക്കൊരു ആശ്വാസമായ തന്നെ. എന്തായാലും അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി പോസ്റ്ററുകൾ വരണം, ട്രെയിലർ വരണം, ടീസർ വരണം, റിലീസ് ഡേറ്റ് വരണം. അത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഇനി ഇവർ പ്രൊഡക്ഷനൊക്കെ നോക്കി പറയും. അപ്പോൾ ഗൈസ് എന്തായാലും ഇതിനുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേറ്റും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ, എല്ലാവരും സേഫായിരിക്കുക. മഴയേക്കാണുള്ളത്, അധികമൊന്നും ഹിൽ സ്റ്റേഷനിൽ പോകാതിരിക്കുക. എല്ലാവരും അവരവരുടെ സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ എൻജോയ്മെൻറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, ബൈ, സീ യു. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. സീ യു.